നമസ്കാരം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ആണ്ടിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും പലപ്പോഴും ദേഹചര്യയിലുള്ള അപാകതകളെ കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള പോരായ്മകളെ കൊണ്ടും ആരോഗ്യക്കുറവ് അനുഭവപ്പെടുവാനിടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതിയോ പ്രകൃതി ജീവന ഔഷധ രീതിയോ ആയുർവേദ ചികിത്സയോ നടത്തുവാനും അതിനോടൊപ്പം തന്നെ പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം എന്നിവ ശീലിക്കുവാനും ഇടയുണ്ട്. പ്രാരംഭത്തിൽ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പല തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സ്വല്പം കൂടുതൽ പ്രയത്നിച്ചാണെങ്കിലും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാനത്തിന് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ചിലർക്കാണെങ്കിൽ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുവാനോ ഉപരിപഠനത്തിന് ചേരുവാനോ ഉള്ള സാഹചര്യം ഉണ്ടായിത്തീരുന്നത് സ്വീകരിക്കുന്നത് ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. ആർജിച്ച വിജ്ഞാനം, വിദ്യ മുതലായവ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഗുണകരമായി തീരും. മംഗളകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദവും മാതൃകാപരവുമായി തീരുന്നത് വഴി സമാധാനം, സ്വസ്ഥത, കൃതാർത്ഥത, അതിലുപരി ആത്മാഭിമാനം എന്നിവയ്ക്ക് യോഗമുണ്ട്. വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് മംഗളകരമാക്കി തീർക്കുവാനും ആഗസ്റ്റ് മാസം മുതൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും യോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പ്രവർത്തന മണ്ഡലങ്ങളിൽ അഭൂതപൂർവമായ വളർച്ചയും അനുഭവവും പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും ഒരുപക്ഷെ 2017 ആണ്ട് ആഗസ്റ്റ് വരെ നിലനിൽക്കുവാനും തന്മൂലം 2016 ഒടുവിൽ ഒരു ഭൂമി വാങ്ങി 2017 ആണ്ടിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളോടനുബന്ധമായി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ വേണ്ട പോലെ നിവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നതും അവസരങ്ങളുണ്ടാകുന്നതും വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. ശുഭഭാവനകൾ യാഥാർത്ഥ്യമാകും. വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തി പ്രവർത്തന മേഖലകൾ വിപുലീകരിക്കുവാനുള്ള അവസരം ഗുണകരമാക്കി തീർക്കുവാനിടയുണ്ട്. ആരാധനാലയ ദർശനം നടത്തുവാനും സാമ്പത്തിക സഹായം, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനും അർഹതയുള്ളവരെ പങ്കെടുപ്പിക്കുവാനുമുള്ള അവസരം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. നിലവിലുള്ള കൃഷി സമ്പ്രദായത്തിൽ നിന്നും പുതിയതായിട്ടുള്ള ചില കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതും അവലംബിക്കുന്നതും ഗുണകരമായി തീരുവാനും മനസ്സമാധാനത്തിനും യോഗമുണ്ട്. പൊതുവെ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2016 ആണ്ട് വളരെ എല്ലാ പ്രകാരത്തിലും ശുഭകരമായിട്ടുള്ള അന്തരീക്ഷം, സമാധാനം, സ്വസ്ഥത എന്നിവ പ്രദാനം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. പലപ്പോഴും പകർച്ചവ്യാധി പിടിപെടുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ടൊക്കെ രോഗവിമുക്തി വരുവാനുമാണ് 2016 ആണ്ടിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നത്. നമസ്കാരം.